സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ഇന്നലെ ഏകദേശം ഒരു 9:30-10 മണിയോടുകൂടി രാത്രിയാണ് ഈ ന്യൂസ് ബ്രേക്ക് ആവുന്നത്. പല ചാനലുകളിലും എഴുതി കാണിച്ചത് കണ്ടു. എന്തോ ഭയങ്കര ഞെട്ടലിലാണ് മലയാളികളും സിനിമാ ലോകവും രഞ്ജിത്തിൻ്റെ അറസ്റ്റിനെ കണ്ടത് എന്നാണ്. ആര് ഞെട്ടാൻ? അത്യാവശ്യം വിവരവും ബുദ്ധിയും ബോധവും അരിയാഹാരം കഴിക്കുന്ന മലയാളികളൊക്കെ ഇവൻ്റെ ഈ ഒരു അറസ്റ്റിൽ ഞെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ ഇവൻ്റെയൊക്കെ തനി കോണം എന്താണെന്നുള്ളത് മലയാളികൾ കണ്ടതാണ്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറൊരു കോമഡി ആയതുകൊണ്ട് 10-16 കേസ് അലിഗേഷൻസ് ഇവനെതിരെ വന്നിട്ടും അതിൽ ഒട്ടും ക്രെഡിബിൾ അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 2 എണ്ണം മാത്രമാണ് പുറത്തോട്ട് വന്നത്, അല്ലെങ്കിൽ വരുത്തിയത്. അന്ന് തന്നെ മനസ്സിലായതാണ് ഇവൻ്റെയൊക്കെ ഒരു ശുഷ്കാന്തി. ഈ കാമ കഴിവേറി എന്നോ അകത്തു കൊണ്ടേണ്. സംഗതി ശരിയാണ്, കഴിവുള്ള ഒരു കഴിവേറിയാണ്, അത്യാവശ്യം നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ആ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് സൈഡിൻ്റെ ബെനിഫിറ്റ്സ് ഈ രീതിയിൽ ആളുകളെ മുതലെടുക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഇവർ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ആണുങ്ങൾ എന്നൊന്നും ഇല്ല കേട്ടോ. ഇവൻ എന്തും പോവും. മറ്റേതാ ഇലക്ട്രിക്, ഹൈബ്രിഡ്, പെട്രോൾ, ഡീസൽ എന്നുള്ള രീതിക്കാണ് ഇവൻ്റെയൊക്കെ പരിപാടികൾ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ, ഫിലിം വേൾഡിലുള്ള എല്ലാവർക്കും ഇവൻ എന്താണ് ഏതാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഭരിക്കുന്ന പാർട്ടി 10 വർഷമായിട്ട് ഇവന് വേണ്ടപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ എതിരെ വരുന്ന കേസുകളും അലിഗേഷൻസിലൊന്നും പ്രത്യേകിച്ചൊരു ശുഷ്കാന്തി പോലീസോ അവരോ കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് കഴിച്ചിലായി. ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഇടപെടാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടും യുവനടി ഈ യുവനടി വളരെ കൃത്യമായിട്ട് അവരുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച സ്കില്ലും അതിലാണ് സത്യത്തിൽ ഇവൻ പെട്ടത്. ഇവൻ സിനിമാ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അവനെ പിടിച്ചൊന്നുമല്ല, ഇവൻ രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. പോലീസുകാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് അവനെ പൊക്കിയിട്ടുള്ളത്. ഇനി അതാരും പറയണ്ട, പോലീസുകാർ സിനിമാ ലൊക്കേഷനിൽ പോകുന്ന വഴിക്കാണ് പിടിച്ചതെന്നുള്ളത്. ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് ആശ. ഒളിവ് പോയി പിന്നെ മുൻകൂർ ജാമ്യം എടുത്ത് വരാൻ നോക്കുന്ന വഴിക്കാണ് ആൾ പൊക്കിയിട്ടുള്ളത്. ഈ വീഡിയോ പ്ലേ ചെയ്യാതെ എനിക്ക് പറ്റില്ല, ഈ ഒരു കോണ്ടന്റ് സംസാരിക്കാൻ പറ്റില്ല. ഇതാദ്യം ഞാൻ ഒന്ന് പ്ലേ ചെയ്യട്ടെ. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല, അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. എന്തൊരു ശുഷ്കാന്തി കണ്ടോ? തുടക്കം എവിടുന്നാന്ന് മനസ്സിലായില്ലേ? അങ്ങനെയേ വരൂ. ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഒരു ബംഗാളി നടി ഇയാൾ എങ്ങനെയാണ് ആ ലേഡിയോട് മിസ്ബിഹേവ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതിൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കര ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനാണെങ്കിലും അതിൻ്റെ ഒരു ഫാക്ടർ ചോദിച്ചിരുന്നു. കാരണം 2009 വർഷത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ അത് ക്രെഡിബിൾ ആണെന്ന് കാണിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് വേണം? പ്രൂഫുകൾ വെക്കണം. മനസ്സിലായി? വെർബലി വന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ അതിന് പ്രൂഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ കേസ് പിന്നെ തള്ളിപ്പോയി. ഇയാൾക്ക് ജാമ്യം കിട്ടി, അങ്ങനെ കേസ് തള്ളിപ്പോയി. പിന്നെ വന്നതൊരു പയ്യനായിരുന്നു. അവനെ താജ് ഹോട്ടലിലേക്ക് ബാംഗ്ലൂരിലേക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരു ഐറ്റം വന്നടിച്ചു. പക്ഷെ അതിനും ക്രെഡിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. അവൻ ഒരു നടിയുടെ പേര് പറഞ്ഞു, ഇയാളുടെ പേര് പറഞ്ഞു. പിന്നെ നമുക്ക് തന്നെ സംശയിക്കാവുന്ന രീതിയിൽ അതെന്തുവാണ് ഇത്, താജ് ഹോട്ടലിൽ CCTV പോലും ഇല്ല ആ ടൈമിൽ. അങ്ങനെയൊക്കെ നമുക്ക് കുറേ ചോദ്യങ്ങൾ അവനോട് ചോദിക്കാൻ അന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 10-16 കേസുകൾ, അലിഗേഷൻസ് ഈ ഹേമ കമ്മിറ്റി മുമ്പാകെ തന്നെ ഇയാളെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അന്ന് പൂഴ്ത്തി വെച്ചിട്ട് ഈ ക്രെഡിബിൾ അല്ലാത്ത, അല്ലെങ്കിൽ പുറത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് വളരെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റങ്ങൾ മാത്രം മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു പൂഴ്ത്തിവെപ്പ് അന്ന് നടന്നിട്ടുണ്ട്. ഇവനെപ്പോലുള്ള പ്രിഡേറ്ററുകളെ ഇതേപോലെ സഹായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടപടല ഏതെങ്കിലും സമയത്ത് മൂഞ്ചുമ്പോൾ സഹായിച്ചവരടക്കം ആ മാനത്ത് തൂങ്ങി നക്ഷത്രം എണ്ണേണ്ട അവസ്ഥയ്ക്ക് പോകും. ഇനി ഇവനെതിരെ വന്ന ഇപ്പോഴത്തെ കേസിന്റെ ഇന്നലെ വന്ന ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ലൊക്കേഷനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവനടിയുടെ പരാതിയിലാണ് നടപടി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുവരും.
2 ദിവസം മുമ്പാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി ലഭിച്ചത്. വളരെ നാടകീയമായ രീതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴയിൽ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. ആ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവനടി ആദ്യം സിനിമയിലെ ഈ ലൊക്കേഷനിലെ ICCയിൽ കംപ്ലൈന്റ് നൽകിയിരുന്നു. എന്നാൽ അവിടെ നടപടിയാകാത്തതിനെ തുടർന്ന് DGPക്ക് പരാതി നൽകുകയായിരുന്നു. DGP പരാതി എറണാകുളം സിറ്റി പോലീസിനെ കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ടുള്ള കഴമ്പുണ്ട്, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ്, സംസ്ഥാന പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്ന അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു, അതുപോലെ തന്നെ ഇടത് സഹയാത്രികനാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം ഒരു അറസ്റ്റ് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ പാളിച്ച പറ്റാൻ പാടില്ല എന്ന വിധത്തിൽ അന്വേഷണങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം രഞ്ജിത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി പരിശോധിക്കുകയായിരുന്നു. കോട്ടയത്തെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ പീഡനം ശ്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. തുടർന്ന് ഇതിന്റെ ലൊക്കേഷൻ പലതവണ മാറുകയും ചെയ്തിരുന്നു. ഇടുക്കിയിലെ ലൊക്കേഷനിലേക്ക് രഞ്ജിത്ത് എത്തിയ ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള വിവരം എറണാകുളം സിറ്റി പോലീസ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു. അതായത് ഇത്തരത്തിലൊരു കേസുണ്ട് എന്നും അതിൽ കഴമ്പുണ്ട് എന്നും രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള വിവരവും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് എറണാകുളം സിറ്റി പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി തൊടുപുഴ പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായ വിവരവും അതുപോലെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നുള്ള നിർദ്ദേശം തൊടുപുഴ പോലീസിന് ലഭിക്കുകയും വൈകിട്ടോടുകൂടി സിനിമാ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോവുകയായിരുന്ന രഞ്ജിത്തിന്റെ കാർ തടഞ്ഞു നിർത്തിയാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രാഥമിക നടപടി എന്നോണം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള പ്രഷറും വന്നില്ല, പൊളിറ്റിക്കൽ പ്രഷർ വന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി കേരള പോലീസിന് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇടാൻ പറ്റാത്തൊരു സിനാരിയോ ഉള്ളത് കൊണ്ട് തന്നെ ഇവനെ റെഡ് ഹാൻഡഡ്ലി പൊക്കി. ഇനിയിപ്പോൾ ഇത് ക്യാരവൻ്റെ അകത്തേക്ക് ഇവരെ വിളിച്ച് വരുത്തിയപ്പോൾ ഇവരെന്തിനു പോയി, അങ്ങനെ പല ചോദ്യങ്ങളുമായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന ഈശ്വരന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഇതിനകത്ത് ഈ ചങ്ങാതി ഈ ലേഡിക്ക് അയച്ച മെസ്സേജുകൾ, ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയ പരിപാടികൾ, ഇവരൊരു മലയാളം ആക്ട്രസ് അല്ല, ഇഫ് മൈ ഇൻഫർമേഷൻസ് ആർ കറക്റ്റ്, മലയാളം ആക്ട്രസ് അല്ല ഈ യുവനടി. അപ്പോൾ എന്താണെങ്കിലും ഇയാളുടെ എതിരെ ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. പ്ലസ് ഇയാളുടെ ഇങ്ങനെ ഒരു ആൻറ്റിസിഡൻസ് ഇയാൾക്ക് ഒരുപാട് 2-3 കേസുകൾ അതിലും കൂടുതൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ അന്ന് ഇയാളുടെ കേസുകൾ കേട്ടവർക്ക് മേ ബി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇയാളൊരു വോണറബിൾ സിറ്റുവേഷനിലുള്ള ആളുകളെയാണ്. പെണ്ണ് ട്രാൻസ്ജെൻഡർ എന്നൊന്നും വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ വളരെ വോണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനുള്ള സമയത്താണ് ഇയാൾ അപ്രോച്ച് ചെയ്യുക. മനസ്സിലായോ? അതും ആ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തന്നെ ഒരു മോഡസ് ഇയാൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇയാളുടെ പ്രീവിയസ് കേസുകളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് ആ ബംഗാളി നടിയുടെ ഇൻസിഡൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ ഇവരുടെ വിഷയത്തിൽ ഈ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ICC എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ സിനിമയ്ക്കകത്ത്, ഇവർക്ക് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ലെങ്കിലും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് അവരെ അറിയിച്ചിട്ടുണ്ട് ഈ യുവനടി എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസിലേക്കും ഹേമ കമ്മിറ്റിയിലേക്കും SITയിലേക്കും ഒക്കെ അറിയിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് ഈ IC എന്ന് പറയുന്നത്. പക്ഷേ അവരത് കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ? ഈ നടി ആദ്യം ഇത് ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ പോയിട്ടുണ്ടോ, അതോ ഇവർ ഡയറക്റ്റായിട്ട് പോലീസിലേക്ക് പോയതാണോ എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇവിടെ കുറച്ച് കുറവുണ്ട്. ICയിലേക്ക് പോയിട്ടും ഇവരാരും ഇതിലൊരു തീരുമാനം എടുക്കാത്തൊരവസ്ഥയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഐറ്റം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സംഗതി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. പക്ഷെ വന്നതോടുകൂടി അത് ഏത് രീതിയിലാണ് ഇവിടെ സിനിമാ ലോകത്തുള്ള ബാക്കി ദ സോ കോൾഡ് പവർ പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാവരും കൂടി അത് ഹാൻഡിൽ ചെയ്തതെന്നും സർക്കാർ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കേസുകളൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറച്ച് ഇവരെന്ത് ചെയ്തു, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളും അലിഗേഷൻസും ഇവർ മുക്കിക്കളഞ്ഞു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടി വന്നു, അതിൻ്റെ ഒരു
ആ ഒരു പൊട്ടൻഷ്യലിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പേരുള്ള അന്ന് കേസ് വന്നൊരു വ്യക്തിക്കെതിരെ ഇപ്പോൾ റീസെൻ്റ്ലി ഇയാൾ വീണ്ടും ഒരാളോട് മിസ്ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ സിസ്റ്റം ഫെയിലായതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറഞ്ഞ പ്രിഡേറ്റേഴ്സിൻ്റെ എല്ലാം വളരെ കൃത്യമായുള്ള കേസുകളും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് ഒരു നിയമ നടപടി ഇയാൾക്കെതിരെ പ്രോപ്പറായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു നടിക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പൊതുസമൂഹം ചോദിക്കണ്ടേ? അവിടെയൊക്കെയാണ് ഈ ഇങ്ങനത്തെ ആളുകളുടെ പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ നോക്കേണ്ടത്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമയത്ത് 2 കേസുകളാണ് ഈ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. അതിലാദ്യം ഒരു പയ്യം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. ആദ്യം ബംഗാളി നടിയാണ്, അതിനുശേഷം പയ്യം വന്നത്. ആ പയ്യം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളും ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അതും ബംഗാളി നടി വന്ന് പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം ഇതിനകത്തൊരു തരം ഇയാളുടെ ഈ ഒരു പ്രിഡേറ്റർ മോഡസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം, നിൻ്റെ അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ നടി അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് പിന്നെ താജിലുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകൂടെ ആണല്ലോ, അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയി നിന്നത്. എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്, അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ. ഇവൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇവൻ്റെ ഒരു നമ്മൾ പാസ്റ്റും അല്ലെങ്കിൽ ഇവൻ്റെ ഒരു എന്താണ് ഇവൻ എന്നുള്ളത് നമ്മൾ നോക്കൂല. ഈ കേസ് കൊടുത്ത ചങ്ങാതി അതത്ര ഇവൻ്റെ അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ടും, പിന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇവൻ SITക്ക് ആണെങ്കിൽ പോലും തെളിവെടുക്കുന്ന സമയത്ത് തെളിവ് കിട്ടാത്ത രീതിയിലുള്ള കുറേ അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകളിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഇതിനകത്ത് ഈ കേസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷേ ഇവൻ പറഞ്ഞൊരു മോഡസും ഇവനോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്ത രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് ഇതേപോലെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്, ഈവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരുണ്ട്. പക്ഷെ ഇവരാരും ഒന്നും പുറത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ പലതും ഇയാളുടെ പൊളിറ്റിക്കൽ മസിൽ പവർ, മണി പവർ വെച്ച് സെറ്റിലാക്കി വിട്ട ഐറ്റങ്ങളുണ്ട് കുറേ. അപ്പം അതൊന്നും പുറത്ത് വരും എന്നുള്ള ഇല്ല, എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ ചില ആളുകൾ വന്ന് പറയുമ്പോൾ അതിൽ ക്രെഡിബിളായിട്ട് പറയാൻ പറ്റുന്നവർ പുറത്ത് വരുന്നുമില്ല. ഇപ്പം ഈ പയ്യൻ അനുഭവിച്ചത് ചിലപ്പോൾ ഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ അത് അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയുക, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടക്കം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എവിഡൻസുകൾ
ഉണ്ടെങ്കിലേ ഒരു കേസ് സ്റ്റാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതായിരുന്നു ഈ ഒരു വിഷയത്തിൽ വളരെ എന്താ പറയുക ബാക്കോട്ട് ആ ടൈമിൽ എല്ലാവരും ചിന്തിപ്പിച്ചതും രഞ്ജിത്തിനൊരു അപ്പർ ഹാൻഡ് കിട്ടിയതുമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഈ 2009 സമയത്തുള്ള ബംഗാളി നടിക്ക് അനുഭവിക്കേണ്ടി വന്നൊരവസ്ഥ ഇയാളിൽ നിന്ന്, അതന്ന് അവർ തുറന്നു പറഞ്ഞതാണ്. അവരൊരു ഓഡീഷൻ്റെ ഭാഗമായിട്ട് ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് വളരെ മോശമായ രീതിയിൽ ടച്ച് ചെയ്യുകയും അതവർക്ക് പറ്റാതെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ഭയങ്കര ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ പോവുകയൊക്കെ ഉണ്ടായത് അവർ ആ ടൈമിൽ മീഡിയാസിനോട് പറഞ്ഞതാണ്. ആൻഡ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇയാളെ കേസ് വന്നപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു 2009 നടന്നൊരു ഇഷ്യൂ ആയതുകൊണ്ട് അതിന് എനിക്ക് തെളിവുകൾ വെക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു അന്ന് ആ കേസ് തള്ളിപ്പോയത്. ഇപ്പം ഈ ഒരു പ്രിഡേറ്റർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇയാൾ എങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നുള്ളത്. സോ ഇപ്പോഴെങ്കിലും ഇയാളുടെ കേസുകൾ പുറത്തു വന്നു, അല്ലെങ്കിൽ ഒരു കേസിലെങ്കിലും ഇയാൾ അകത്തുപോയി എന്നുള്ളതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അവരൊരു റിയാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ രണ്ടാമതെടുത്ത് വെക്കുന്നില്ല. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഓഫീസർ ലേഡി ഇവർ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡന്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷൻ ആണ്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, അപ്പൊ ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ആളുടെ പ്രാഥമികമായിട്ടുള്ള ഇന്ററോഗേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം പരിഗണിച്ച് ഇറ്റ് ഇസ് പെൻഡിങ്. ഫർദർ ക്വസ്റ്റ്യൻ പെൻഡിങ് ആണ്. സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉള്ളത്. ഇനി ഇതിനകത്തൊരു കർമ്മ എലമെൻ്റ് കിടക്കുന്നുണ്ട്. ഇയാൾ പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്, പലരോടും റിവെഞ്ച് എടുത്തിട്ടുണ്ട്, പല ആളുകളെയും ഇയാളുടെ പൊളിറ്റിക്കൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വരുതിയിൽ വരുത്തിയിട്ടുണ്ട്. 6-ാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഈ ചങ്ങായി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം ആലപ്പി അഷ്റഫ് ഒരു വർഷം മുമ്പ്, അതായത് ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളും ഇയാളെ കേസുകളൊക്കെ വന്ന സമയത്ത് ഇതാ കർമ്മയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും അതിലൊരു റിയാക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക്. സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് വളരെ ധാർഷ്ട്യത്തിൽ, വളരെ എന്താ പറയുക, ഞാൻ എന്ന് പറഞ്ഞ മാഡമ്പി ഇയാളെ സിനിമയിലുള്ള പോലെ ആ രീതിയിലുള്ള പരിപാടികളാണ് ഇയാൾ പൊതുവെ എന്തെങ്കിലും ചെയ്ത് വെക്കുന്ന ഐറ്റം. ഓക്കെ, അപ്പോൾ ആ ഒരു മാഡമ്പി സ്വഭാവം ഇയാൾ എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇയാളുടെ സഹപ്രവർത്തകർ ഏതൊക്കെ രീതിയിൽ സിറ്റുവേഷനിൽ എന്തൊക്കെ ട്രോമയിലൂടെ പോകുന്നതൊന്നും ഇയാൾക്ക് അറിയില്ല. അപ്പോൾ ആ കർമ്മ ഇയാൾക്ക് തിരിച്ചു കിട്ടാതിരിക്കുകയൊന്നുമില്ലല്ലോ.
ഇപ്പോഴും ഈ കേസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇയാളെ മറ്റേ മാടമ്പി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജം കള്ളക്കേസാണോ സാറേ? അതെ, എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. പിന്നെ തകർന്നു പോവാൻ ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെയാണല്ലോ അവൻ. വ്യാജം വ്യാജം അതൊന്നും കേൾക്കണ്ട, വ്യാജമാണത്ര, വ്യാജമാണ് ഈ തെളിയിക്ക്, മനസ്സിലായ? അല്ലാതെ വ്യാജം എന്നൊന്നും പറഞ്ഞിരിക്കണ്ട. എന്താണെങ്കിലും ഇപ്പോഴത്തെ സർക്കാർ ഇനി നിലനിൽക്കുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. നിലനിന്നാൽ നീ ചിലപ്പോൾ കഴിച്ചിലായി പോവും. നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ ഒരുപാട് പേര് കാണും. ഇപ്പം തന്നെ ഒരു നറേറ്റീവ് സിനിമാക്കാർ ഇയാളുടെ ബെൽറ്റിൽ, ഇയാളെ സഹായിക്കാൻ ഇറങ്ങിയവരുടെ ബെൽറ്റിലുള്ളത് ഈ നടിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നൊരു അവസ്ഥ വന്ന സമയത്ത് ഇവരെന്തായി, കാരമനിലേക്ക് കയറി ചെന്ന് ഇയാളെ കെട്ടിപ്പിടിച്ചു എന്നാക്കി, മനസ്സിലായോ? അപ്പോൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ വൈരാഗ്യത്തിൽ ഇങ്ങനത്തെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ നടി ഉണ്ടാക്കുകയും ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ഇയാളെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കാരവനിൽ കയറി ചെന്ന് കെട്ടിപ്പിടിച്ചുണ്ടാക്കിയൊരു കഥയാണ് എന്നുള്ള രീതിക്കൊക്കെ ഈ സംഗതി ഇയാളുടെ ടീംസ് വളച്ചൊടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും ഇയാൾ ആ ലേഡിക്ക് അയച്ചിട്ടുണ്ടാകുന്ന മെസ്സേജുകളൊന്നും അതൊന്നും വെറുതെ ആവില്ലല്ലോ. എന്താണെങ്കിലും കഴിഞ്ഞ 2 കേസുകളെപ്പോലെ അത്ര ഈസി ആയിട്ട് ഇവന് ഊരിപ്പോരാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് ഈ കേസ് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയുന്നു, ഇവിടുത്തെ പൊളിറ്റിക്കൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവനെപ്പോലുള്ള ആളുകൾക്ക് എന്ത് വൃത്തികേട് ചെയ്താലും അതിന് കുട പിടിച്ചു കൊടുക്കാനും അതിന് മറപിടിച്ചു കൊടുക്കാനും കുറേ ആൾക്കാരുള്ളത് കൊണ്ടും ഇവനൊക്കെ ഇനിയും വളരും, മനസ്സിലായോ? 1 കേസ് 2 കേസ് 3 കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എണ്ണം പറഞ്ഞു പോകാമെന്നല്ലാതെ ഇതിന് ന്യായീകരണമായിട്ടും ഇവനെ വെള്ളപൂശാനായിട്ടൊക്കെ ഈശ്വരന്മാരുടെ ടീംസൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ കുറേ പേര് ചേർന്ന് പോകും. ഈ ആക്ടർ വിനായകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പുള്ളൂ. ഇവനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ആക്ടർ വിനായകൻ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ളൊരു ആരോപണം, രഞ്ജിത്ത് പല രീതിയിലും ഈ അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം സംവിധായകൻ വിനയൻ നടത്തുകയുണ്ടായി. അതിനെ സാധൂകരിക്കുന്ന വിധം ജൂറി അംഗമായിട്ടുള്ള നിയമം പുഷ്പരാജിൻ്റെ അടക്കം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയുണ്ടായി. വിനായകൻ എന്താണ് ഇതിനു? ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല, കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ തന്നെ തുടച്ചു കളഞ്ഞതാണ്. ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമേനോൻ കണ്ടിട്ടുണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ. ഇനി ഞാൻ ഇത് ഇപ്പൊ ഇതിന് ചോദിച്ചോണ്ട് ഞാൻ പറയണേ, ദിനു ആനനെ തൊട്ടിട്ടുണ്ടോ? സത്യം പറ. സത്യം തൊട്ടുണ്ട്. ആനയുടെ തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കെടുത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടോ? അതിൻ്റെ ഇരട്ടിയല്ലേ ഈ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ ഭോഗിക്കുക എന്ന്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചു കളയണം. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കണത്. പേര് ഞാൻ പറയണില്ല, ആരാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, എന്താണ് ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എങ്ങനെ ഉണ്ടായതാണ്? ലീല എന്ന് പറഞ്ഞ പടം വലുതാന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഒരു പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യരായി മാറുന്നതാണ്. ലീല എന്ന് പറഞ്ഞൊരു പടം മുത്തുച്ചിപ്പി വെറും മുത്തുച്ചിപ്പി. മുമ്പ് പത്മ തിയേറ്ററിന്റെ മുമ്പിൽ ചെന്നാൽ കാണാം മുത്തുച്ചിപ്പി ഇങ്ങനെ ഇട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാ. അതിന്റെ അത്രയും പോലും ക്വാളിറ്റി ഇല്ല തന്നെ. അത് ഇരുന്ന് സംസാരിക്കണ ജയനെ പോലെ. ഇവരേത് സമൂഹത്താണ് ജീവിക്കുന്നത്? പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. എന്താ പുള്ളിക്ക് ഞാൻ ഉത്തരം വെച്ചത് പിന്നീട് ഞാൻ കൊടുക്കും. കേട്ടല്ലോ, വിനായകൻ പറഞ്ഞ ഈ സീനൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം അത് തന്നെ ഉണ്ട് ഈ വിനായകൻ പറഞ്ഞതും. പിന്നെ ആദ്യം ആ ഹേമ കമ്മിറ്റി ടൈമിൽ ആ ചെക്കൻ വന്ന് ഹോട്ടൽ റൂമിൽ അവനെ കൊണ്ട് കാണിപ്പിച്ചു എന്ന് പറയുന്നതും ഇതൊക്കെ വെച്ച് നോക്ക് നിങ്ങൾ. ഇയാളുടെ ഒരു വൈകൃതമുണ്ട് ഈ വിഷയത്തിൽ, മനസ്സിലായില്ലേ? ഒരു വികൃതമായ മനസ്സുണ്ട് ഇയാൾക്ക്. അങ്ങനെ ഒരു സൈഡ് ഇയാൾക്കുണ്ട്. അത് പൊതുജനം മനസ്സിലാക്കട്ടെ. കേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസുകാർ ഇത്ര കൃത്യമായിട്ട് ഇയാളെ
വണ്ടി വളഞ്ഞിട്ട് പിടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി പ്രിറ്റി ഷുവർ ലൈക്ക് അവരുടെ മൊഴികളും അവരുടെ കയ്യിലുള്ള പ്രൂഫുകളും ഒക്കെ അവർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഇവനെപ്പോലെ അത്യാവശ്യം പാർട്ടി ബാക്കപ്പ് ഉള്ള ഒരു കഴിവേറിയെ പിടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ കേസിൻ്റെ ഒരു ഗതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, കള്ളനും കൊലപാതകയും പീഡകനും ഒക്കെ ഇറങ്ങി നടക്കുന്ന ഒരു നാടാണിത്. അതുകൊണ്ട് ഇവനും നാളെ ഇറങ്ങി നടക്കും, ഇവനും ജാമ്യം കിട്ടും, ഇവനെയും വെളുപ്പിക്കാൻ ആളുകൾ വരും. പക്ഷെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് നമ്മളെ മുന്നിൽ തന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ കേസാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഇവൻ്റെ കേസുകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഈ ആ ഒരു കഴിവിൻ്റെ സൈഡ് ഉണ്ടല്ലോ, എടുത്തു വെച്ച സിനിമ, ആ ആർട്ട്, അതൊന്നും അല്ല ഇവനൊന്നും പേഴ്സണലി എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഉപയോഗിച്ചുള്ള ദുരുപയോഗങ്ങളും ഇവനെ പോലുള്ളവർ ഇൻഡസ്ട്രിക്കകത്ത് ചെയ്തു കൂട്ടുന്നത്, അതിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക.